ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ പോകുന്ന വ്യക്തിയാണോ? ദൈവത്തെ വേണ്ടവണ്ണം തിരിച്ചറിയുവാൻ കഴിയുന്ന വ്യക്തിയാണോ? ദൈവത്തിൻ്റെ സ്നേഹിക്കുവാനും ദൈവത്തിന് ശിക്ഷിക്കുവാനും കഴിയുമെന്നുള്ള ദൈവ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞവരാണോ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മീഡിയയിലൂടെ ഈ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായമാണ്. ഈ അധ്യായം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ 18-ാം അധ്യായം തുടങ്ങുന്നത്, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും എന്ന് പറഞ്ഞാണ് എങ്കിൽ 19-ാം അധ്യായം തുടങ്ങുന്നത്, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാണ്. യഹോവയായ ദൈവം പ്രവാചകനോട് പറയുകയാണ്, ജനത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ടു ബെൻഹിന്നോം താഴ്വരയിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ച് ഞാൻ ഈ ജനത്തോട് ഇടപെടുവാൻ പോകുന്നതിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബെൻഹിന്നോം താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ പ്രിയപ്പെട്ടവരോട് ദൈവം വളരെ ശക്തമായി ദൈവത്തിൻ്റെ കോപം ജനത്തിൻ്റെ മേൽ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയിക്കുകയാണ്. അതിൻ്റെ 4 മുതലായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവർ എന്നെ ഉപേക്ഷിച്ചു, ഈ സ്ഥലത്തെ വഷളാക്കി, തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി, ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന് ഹോമബലികളാക്കി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിക്കുവാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല, അരുളി ചെയ്തിട്ടില്ല, എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവകൽപ്പനയ്ക്ക് വിപരീതമായ ചില പ്രവൃത്തികൾ ജനം ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ഈ താഴ്വരയിൽ വെച്ച് നശിപ്പിച്ചു കളയും എന്ന് ദൈവം അരുളി ചെയ്തു. ഇനിയും ഞാൻ അങ്ങനെ ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് ഈ താഴ്വരയ്ക്ക് ബെൻഹിന്നോം താഴ്വര എന്നല്ല, കൊലത്താഴ്വര എന്നാണ് ഇനി അറിയപ്പെടാനായിട്ട് പോകുന്നത് എന്ന് ദൈവം ജനത്തോട് സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല, ദൈവം പറയുകയാണ്, ഞാൻ ഈ ജനത്തെ നശിപ്പിച്ചു കളയുന്നത് ഈ വിധത്തിലായിരിക്കും ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ ഞാൻ നിന്നോട് കൂടെ പോന്ന പുരുഷന്മാർ കാണുക, നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയണം, സൈനികളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവൻ്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെ ഈ നഗരത്തെയും ഉടച്ചു കളയും. നോക്കുക, ദൈവം കൽപ്പിക്കാത്ത, ദൈവം അരുളി ചെയ്യാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ അങ്ങനെയുള്ള തൻ്റെ ജനത്തെ ദൈവം തകർത്ത് കളയുമെന്നുള്ളത് വളരെ വ്യക്തമായി കാണിക്കുകയാണ്. ദൈവഹിതമല്ലാത്ത ഏതൊരു പ്രവൃത്തി ആര് ചെയ്താലും, എത്ര മിടുക്കനായാലും ദൈവം വരെ തകർത്ത് കളയും. ഒരു കുടം ഉടച്ചു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിന് കയ്യിൽ വെച്ച് ചീത്തയായിപ്പോയാൽ വീണ്ടും മറ്റൊന്ന് പണിയുവാൻ കുശവന് കഴിയും. എന്നാൽ ഒരു കലമായി പുറത്തു വന്നതിന് ശേഷം അതിനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ, തീച്ചുവരുടെ കൊണ്ടുപോയി അതിൻ്റെ ജലാംശമെല്ലാം നഷ്ടപ്പെട്ടു, അത് ഉറപ്പുള്ളൊരു പാത്രമാക്കിയതിന് ശേഷം അതുടഞ്ഞു പോയാൽ പിന്നെ അതിനെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു വ്യക്തിക്കെങ്കിലും ഒരു ശക്തിക്കെങ്കിലും വീണ്ടും പുനരുദ്ധരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ ജനത്തെ തകർത്ത് കളയുമെന്നാണ് ദൈവത്തിൻ്റെ ആലോചന. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ പോകുന്ന വ്യക്തിയാണോ?
ദൈവത്തെ വേണ്ടവണ്ണം തിരിച്ചറിയുവാൻ കഴിയുന്ന വ്യക്തിയാണോ? ദൈവത്തിൻ്റെ സ്നേഹിക്കുവാനും ദൈവത്തിന് ശിക്ഷിക്കുവാനും കഴിയുമെന്നുള്ള ദൈവ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞവരാണോ? നിങ്ങൾ ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമായുള്ളത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ദൈവം ഒരു കുടം തകർത്ത് കളയുന്നത് പോലെ ഉടച്ചു കളയും. ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.